ഹായ്, അങ്ങനെ നമ്മുടെ മെയിൻ സെൻറ്റർ ബാക്ക് സൈൻ ആയിട്ടുണ്ട്. അലക്സാണ്ടർ കോയ്ഫ് എന്നാണ് പ്ലെയറുടെ പേര്. റൂമറൊക്കെ വളരെ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് മാച്ചൊക്കെ കണ്ടു നോക്കി. അപ്പോൾ ഞാൻ പുള്ളിനെ സ്പോട്ട് ചെയ്തൊക്കെ റൈറ്റ് ബാക്ക് ആയിട്ടുണ്ട്. പിന്നെ അധികം ഫിസിക്കാലിറ്റി ഇല്ലാത്തൊരു പ്ലെയറുമാണ്. 32 വയസ്സായി. സാധാരണ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറും ഒരു റൂമറാണ്, നടക്കാൻ പോണ കേസിലാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ കൺഫേമായി. അതിന് ശേഷം ഞാൻ പരമാവധി 2019 വരെയും ഫുൾ മാച്ച് വല്ലതും കാണാൻ കിട്ടുമെന്ന് സെർച്ച് ചെയ്ത് നോക്കി. ലീഗ് 2ൻ്റെ മാച്ചൊന്നും കിട്ടില്ല. അതിന് ശേഷം ഞാൻ നിർത്തില്ലാണ്ട് 10-35 മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ടു. അതിൽ ഞാൻ സ്പോട്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് പുള്ളിയുടെ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് പുള്ളി എങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്ലെയറാണ്, പുള്ളിയുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പുള്ളി റീസെൻ്റായിട്ട് റൈറ്റ് ബാക്കാണ് കളിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും പുള്ളിയുടെ മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്കാണ്. റൈറ്റ് ഫൂട്ടറായിട്ടുള്ള പ്ലെയറാണ്. എന്നാലും 2 കാലം കൊണ്ട് പാസും ഷൂട്ടൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. റൈറ്റ് സെൻറ്റർ ബാക്കും കളിക്കും, ലെഫ്റ്റ് സെൻറ്റർ ബാക്കും കളിക്കും, റൈറ്റ് ബാക്കും കളിക്കും, അതുപോലെ ലെഫ്റ്റ് ബാക്കും കളിക്കും. ഇങ്ങനെ മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു വെർസറ്റൈലായിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. ഞാൻ പറഞ്ഞത് ഫിസിക്കാലിറ്റി അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു ISL സെൻറ്റർ ബാക്കായിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരാൾ വരുന്നില്ല. ISL ഇഷ്ടംപോലെ സെൻറ്റർ ബാക്സ്, റൈറ്റ് ബാക്കും സെൻറ്റർ ബാക്കും ഒക്കെ കളിച്ച പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു കരിയറിൻ്റെ തുടക്കത്തിൽ, ഫോർ എക്സാമ്പിൾ ജിങ്കൻ, വെസ്റ്റ്ബ്രോൺ പോലുള്ള പ്ലേയേഴ്സ് കരിയറിൻ്റെ തുടക്കത്തിൽ ഫുൾ ബാക്ക് കളിക്കും, പിന്നീട് ഒരു സെൻറ്റർ ബാക്കിലേക്ക് മാറിയിട്ട് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും കോയ്ഫ് ഇതിപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്ലേയേഴ്സും ISL ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബെർണാഡ് മെൻഡി, അതേപോലെ ചെന്നൈയിൽ ഒരു കാൽറോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു കളി ചിലപ്പോൾ ഫുൾ ബാക്കായിട്ട് കളിക്കും, അടുത്ത കളി സെൻറ്റർ ബാക്കായിട്ട് കളിക്കും. കോയ്ഫ് അങ്ങനെയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോയ്ഫ് പറഞ്ഞ പോലെ CDM ആയിട്ടും കളിക്കും. CDM-ഉം സെൻറ്റർ ബാക്കും കളിക്കുന്ന പ്ലേയേഴ്സും നമുക്ക് ഇഷ്ടംപോലെ. ഇപ്പോൾ ലാസ്റ്റ് സീസൺ തന്നെ പാഡും ഉണ്ടായിരുന്നു, എൽസിനും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗിഫ്റ്റ്സൊക്കെ CDM-ഉം കളിക്കും, സെൻറ്റർ ബാക്കും കളിക്കും. പക്ഷേ കോയ്ഫിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഫുൾ ബാക്കും കളിക്കും, സെൻറ്റർ ബാക്കും കളിക്കും, CDM-ഉം കളിക്കും, CM-ഉം കളിക്കും, ചിലപ്പോൾ AM-ആയിട്ട് പല കളിയിൽ നമുക്ക് പുള്ളിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേഴ്സറ്റൈലായിട്ടുള്ളൊരു സെൻറ്റർ ബാക്ക് സത്യം പറഞ്ഞാൽ ISL ഇങ്ങനത്തെ ഒരു സെൻറ്റർ ബാക്ക് എൻ്റെ മനസ്സിലില്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സെൻറ്റർ ബാക്കിന് എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു വെറൈറ്റി സെൻറ്റർ ബാക്ക് പ്ലെയറിനാണ് നമ്മൾ ഇപ്രാവശ്യം സൈൻ ചെയ്തിട്ടുള്ളത്. ST പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ബാക്കാണ്. ആ മൾട്ടിപ്പിൾ പൊസിഷൻ കളിക്കുമ്പോഴും സെൻറ്റർ ബാക്ക് ഫുൾ ബാക്ക് കളിക്കുന്ന, അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് CDM കളിക്കുന്ന ഒരു ഫീൽ തോന്നാത്ത രീതിയിലുള്ള ഒരു പ്ലെയറും കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ പ്ലെയറുടെ സ്ട്രെങ്ത്തുകൾ ഒന്ന് നോക്കാം. CB ആണ് മെയിൻ പൊസിഷൻ എന്ന് പറഞ്ഞു. CB ആണ് മെയിൻ പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഒരു അത്ര അഗ്രസീവായിട്ടുള്ള ഫിസിക്കൽ ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറല്ല. അപ്പോൾ പുള്ളിയുടെ കരിയർ എടുത്ത് പോയി കഴിഞ്ഞാൽ ആകെ ഒരു റെഡ് കാർഡും കണ്ട് കിട്ടിയിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ വെറുതെ ഓടിപ്പോയി പറയുന്ന തള്ളിയിട്ട കേസിലാണ്. രണ്ടത്ര അഗ്രഷനും ഈ നമ്മൾ സാധാരണ ISL ഡിഫൻഡേഴ്സ് കാണുന്ന ഫിസിക്കാലിറ്റി വെച്ചുള്ള ടാക്കിളും പരിപാടികളൊന്നും പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഡിഫൻസീവ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, അപ്പോൾ അത് നോക്കുമ്പോഴാണ് പുള്ളിയുടെ സ്ട്രെങ്ത്ത്. പുള്ളിയുടെ മെയിൻ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സ്കാനിങ് ആണ്. പുള്ളി ഇങ്ങനെ ഫുൾ ടൈം എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയൊരു ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കാൻ ചെയ്യും. തലവെട്ടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ പുള്ളിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അവയർനെസ് ഉണ്ടാവും. ഡിഫൻസീവ് കേസാണെങ്കിൽ ഒരു ഡിഫൻസീവ് അവയർനെസ് ഉണ്ടാവും. ആരെ ഡിഫെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ഡിഫെൻഡ് ചെയ്യണം എന്ന് ഉള്ളൊരു അവയർനെസ് പുള്ളിക്ക് കിട്ടും. ഒപ്പോണൻ്റെ ഗെയിം റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് പുള്ളി എന്ത് ചെയ്യും, പുള്ളിയുടെ പൊസിഷൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഡിഫൻഡറാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ലെഫ്റ്റ് ടീമിൽ കൂടെ ഒരു പ്ലെയർ അറ്റാക്ക് ആയിട്ട് വരണം. അപ്പോൾ കോയ്ഫ് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പുള്ളിയുടെ ഗോൾ കീപ്പർ എവിടെയാണ് നിൽക്കുന്നത്, പുള്ളിയുടെ പ്ലെയേഴ്സ് എവിടെയാണ് നിൽക്കുന്നത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അണ്ട് നേരെ തിരിച്ച് ആ പ്ലെയറെ എടുത്തേക്ക് നോക്കണം. പ്ലെയർ ബോളിലേക്ക് എത്തിയിട്ടില്ല, ഇനിയും കുറച്ച് ടൈമും കൂടി എടുക്കും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പുള്ളി എന്താണ് ഒന്നും കൂടി പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഏതൊക്കെ പ്ലേയേഴ്സ് ബോക്സിലേക്ക് റൺ മേക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ഡിഫൻസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ പുള്ളിക്ക് 2 പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ ബോക്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഒരു കട്ട് ബാക്ക് പാസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും പുള്ളി ആ പ്ലെയറിലേക്ക് നോക്കണം. ആ പ്ലെയർ ബോൾ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോകും. ആ പുള്ളി തിരിഞ്ഞ് ആരൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ പുള്ളി എന്താ ഒന്നുള്ളിലേക്ക് വലിഞ്ഞിട്ട് എന്തെയ്യുന്നു, ആ കട്ട് ബാക്ക് ആംഗിൾ അവിടെ കവർ ചെയ്തു. അപ്പോൾ ഒപ്പോസിഷൻ പ്ലെയർ നോക്കുമ്പോൾ എന്താണ് ആ ആംഗിൾ അവിടെ കവർ ചെയ്തു. പുള്ളി ആ ഗെയിം കുറച്ച് നേരത്തെ റീഡ് ചെയ്തിട്ട് ആ പൊസിഷൻ പുള്ളി അവിടെ കവർ ചെയ്ത് നിർത്തി. അതിനുശേഷം പുള്ളി എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്തിട്ടില്ല. ആ പ്ലെയർ കൺഫ്യൂസ്ഡ് ആണെന്ന് മനസ്സിലായപ്പോൾ പുള്ളി എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്യാനായിട്ട് പോയി. ഇനി പ്ലെയർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പ്ലെയർക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ കവർ ചെയ്ത് നിന്ന് ഷൂട്ട് ചെയ്ത് അത് ഗോൾ കീപ്പറിനുള്ള ബോൾ. അങ്ങനെയാണ് പുള്ളി ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത്. അതായത് പുള്ളിയുടെ പൊസിഷൻ മൂവ് ചെയ്തില്ല, പക്ഷേ അവിടെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഇപ്പോൾ ഈ കേസ് നോക്കാം. ലെഫ്റ്റ് വിങ്, ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ കൂടിയാണ് ഒരു പ്ലെയർ ബോളായിട്ട് വരുന്നത്. പുള്ളി എന്താ ചെയ്യുന്നത്, പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഏതൊക്കെ ഓപ്ഷൻസ്, ഏതൊക്കെ പ്ലെയേഴ്സ് ബോക്സിലേക്ക് റൺ വയ്ക്കേണ്ടത് നോക്കി ഒരു പ്ലെയറുടെ ഒപ്പം നിന്ന് അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയിട്ട് മറ്റേ പ്ലെയർ എവിടെയാണ്, മറ്റേ പ്ലെയർ അവിടെ കട്ട് ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നോക്കി പുള്ളി ഒരു സിനാരിയോ മനസ്സിലാക്കി സ്കാൻ ചെയ്ത്. പക്ഷേ ഒരു ലോങ് ബോൾ ഫാർ പോസ്റ്റിലേക്ക് വരികയാണ്. അവിടെ ഒരു പ്ലെയറിൽ അത് എത്തിപ്പെടുകയാണ്. പക്ഷേ എന്താണ്, കോയ്ഫ് പാനിക് ആവണില്ല. പുള്ളി വെയിറ്റ് ചെയ്യണം ആ പ്ലെയറെ
കൺട്രോൾ ചെയ്യാനായിട്ട്. പുള്ളിക്ക് എന്തായാലും ഓൾറെഡി മാർക്ക് ചെയ്യുന്നൊരു പ്ലെയർ ഉണ്ട്. പുള്ളി ആ പ്ലെയർ ബോൾ ചെസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ടൈം കൊണ്ട് വീണ്ടും ഗോൾ കീപ്പർ പൊസിഷനും പിറകിൽ ആരെങ്കിലും ഓടുണ്ടോ എന്ന് ഒന്നും കൂടി നോക്കിയത്. വീണ്ടും ഒന്നുകൂടി തിരിഞ്ഞു നിന്നിട്ടാണ് പുള്ളി ആ പ്ലെയർ ഷോട്ട് എടുക്കാറായി. എന്നാലും പാസിങ് ഓപ്ഷൻസ് ഉണ്ടായി പുള്ളിക്ക് അറിയാം. അത് മാത്രമേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. ആ കണ്ടീഷൻ പുള്ളി അവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി ഗോൾ കീപ്പർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾ കീപ്പർ ആ ഷോട്ട് തടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പുള്ളി ഡിഫെൻഡ് ചെയ്യുന്നത്. ആ പ്ലെയർക്കുള്ള കട്ട് ബാക്ക് ഓപ്ഷൻ പുള്ളി നൈസായിട്ട് അവിടെ കട്ട് ചെയ്തു. ഡിഫെൻഡിങ് ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ പുള്ളി എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്തായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ പുള്ളി ആ സിറ്റുവേഷൻ പ്രോപ്പർലി മാനേജ് ചെയ്തു. ഇങ്ങനൊരു പ്ലെയറാണ്. വീണ്ടും ആ പ്ലെയർക്ക് രണ്ടാമത് ബോൾ കിട്ടുന്നു. അപ്പോൾ കുഴപ്പം പാനിക് ആവില്ല ചെയ്യുന്നത്. ആ പ്ലെയർക്കുള്ള പാസിംഗ് ഓപ്ഷൻസ് പുള്ളി ആ ടൈം കൊണ്ട് റീഡ് ചെയ്തെടുക്കണം. അങ്ങനെ ആ പ്ലെയർ വേറെ ഓപ്ഷൻ ഒന്നും കണ്ടിട്ടില്ല. പുള്ളി ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഗോൾ കീപ്പർ അവിടെ നിന്ന് പിടിച്ചു. ഇപ്പോൾ ഈ അടുത്ത് വിയോ എന്നുള്ളൊരു ക്യാമറ നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് പ്രാക്ടീസ് മാച്ചിൽ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു. ഈ ഡിവൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈപ്പോഡിൻ്റെ മുകളിൽ ഇരുന്നിട്ട് 360 ഡിഗ്രി സ്കാൻ ചെയ്തിട്ട് മാച്ചിൻ്റെ ഡാറ്റയൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കുള്ള ISL മാച്ചിലൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കോയഫിൻ്റെ കളി കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. കോയഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിയോ ഡിവൈസാണ്. വിയോ ഡിവൈസ് സ്റ്റാൻഡേർഡ് നിൽക്കും. പക്ഷേ കോയഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം അപ്പ് ആൻഡ് ഡൗൺ ഓടുന്ന 6 അടി ഹൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു വിയോ ഡിവൈസ്. ഹാഫ് ടൈമിലൊക്കെ കോച്ചിന് വേണമെങ്കിൽ മാച്ചിൻ്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ഒരു പ്ലെയറാണ്. ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയുന്നില്ല, എന്നാലും ഒരു സ്പീഡ് ഉണ്ട്. അതേപോലെ ഓൾവേസ് ഓൺ ടോസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സെൻറ്റർ ബാക്കാണ്. ഇങ്ങനെ നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന രീതിയിൽ പുള്ളിനെ സ്പോട്ട് ചെയ്യുന്നത് കുറവാണ്. ഒരു പൊസിഷൻ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവയർനെസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു സെൻറ്റർ ബാക്കാണെന്ന് പറയാം. പിന്നെ പുള്ളിയുടെ മറ്റൊരു സ്ട്രെങ്ത്താണ് പുള്ളിനെ സെറ്റ് പീസിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അധികം ഫിസിക്കാലിറ്റി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവ്മെൻറ്റും അവയർനെസ്സും കൊണ്ട് പുള്ളി ഒരു സ്പോട്ടിലേക്ക് ഒക്കെ പെട്ടെന്ന് എത്തിച്ചേരാനും ഒരു സർപ്രൈസ് ഒപ്പോണന്റ് ഡിഫൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് പീസിൽ പുള്ളിനെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയർ പോസ്റ്റിൽ ബോൾ കോർണർ ടൈമിൽ ഹെഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ സൈനേഴ്സിൻ്റെ ആയിരുന്നു. പുള്ളി ഗോൾ അടിക്കേണ്ടത്, അതുപോലെ തന്നെ അസിസ്റ്റൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുള്ളിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് പുള്ളി ഒരു ഫിസിക്കാലിറ്റിയാണ്. സാധാരണ ISL നമ്മൾ കാണാറുള്ള സ്ട്രോങ് സെൻറ്റർ ബാക്കാണ് പലരും സൈൻ ചെയ്യാറ്. കാരണം ഇന്ത്യൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏരിയൽ ഡ്യൂൽസിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഡ്യൂൽസിലൊക്കെ ഏർപ്പെടുമ്പോൾ പുള്ളിക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നും തോന്നില്ല. എന്നാലും ഏരിയൽ ഡ്യൂൽസ് പുള്ളി ജമ്പ് ചെയ്ത് റീച്ച് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും ബോൾ വിൻ ചെയ്യുന്നത്. ഒരു ഫിസിക്കൽ ഡ്യൂലൊക്കെ വരുമ്പോൾ പലപ്പോഴും പുള്ളിക്ക് വിൻ ചെയ്യാൻ പറ്റിയായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നില്ല. പിന്നെ പല വീഡിയോസും പഴയ വീഡിയോസാണ്. അതിൽ നിന്ന് കുറച്ചും കൂടി പുള്ളി പറഞ്ഞ പോലെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊരു ഫിസിക്കാലിറ്റി ഇപ്പോൾ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ പലരും സ്പീഡില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സ്പീഡ് എനിക്ക് അത്യാവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ട്രാക്ക് ബാക്കിൻ്റെ കേസ് പറയുന്നത് ഫുൾ ബാക്ക് ഒക്കെ കളിക്കുമ്പോൾ പുള്ളി നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്. ചില കളിയിൽ പുള്ളി സെൻട്രൽ മിഡ്ഫീൽഡായിട്ടാണ് കളിക്കുന്നത്, CDM ആയിട്ടല്ല കളിക്കുന്നത്. അതുകൊണ്ട് ആ ട്രാക്ക് ബാക്ക് കേസ് അങ്ങനെ പ്രോപ്പറായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അധികം വർക്ക് റേറ്റ് എടുത്ത് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു CDM അല്ല ഇപ്പോൾ CDM ആയിട്ട് കളിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ഡാനിഷ് വരുന്ന പോലെ അല്ലെങ്കിൽ ലൂണ വരുന്ന പോലെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്തിട്ട് തിരിച്ച് പുഷിലേക്ക് വരുന്ന രീതിയിൽ പുള്ളിനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന പറഞ്ഞു. റൈറ്റ് ബാക്കായിട്ട് കളിക്കുമ്പോഴും റൈറ്റ് ഫുട്ട് കൊണ്ടും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും ക്രോസ് എടുത്ത് അസിസ്റ്റൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡിഫെൻസീവായിട്ടുള്ള ഒരു ഫുൾ ബാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത പൊസിഷൻ വരുന്നത് CDM ആണ്. CDM പല ഫോർമേഷനിൽ പുള്ളി CDM കളിക്കാറുണ്ട്. 4-1-4-1 ഫോർമേഷൻ, അതേപോലെ തന്നെ സാധാരണ 4-2-3-1 ഫോർമേഷനിലൊക്കെ CDM ആയിട്ട് പുള്ളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഡിസ്ട്രോയ് ടൈപ്പ് ഓഫ് CDM അല്ല, ഒരു കറക്റ്റായിട്ട് ഒരു സെൻറ്റർ ബാക്ക് കയറി പോകുമ്പോൾ ആ പൊസിഷൻ എടുക്കുക, ബോൾ റൊട്ടേറ്റ് ചെയ്യുക, ആ രീതിയിൽ ഒരു CDM ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഡിഫെൻസീവ്ലി ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടും. എന്നാലും ഈ പറഞ്ഞ ഒരു ഡിഫെൻസീവ് വർക്ക് ഫോഴ്സ് ഒരു ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് പ്ലെയർ അല്ല. പിന്നെ ശരിക്കും ഞാൻ സർപ്രൈസ് ആയിട്ട് പുള്ളി അടുത്ത പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുമ്പോഴാണ്. സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുമ്പോഴാണ് നമുക്കൊരു സെൻറ്റർ ബാക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ പോലെ തന്നെയാണ് പുള്ളി അവിടെ ആക്ട് ചെയ്യുന്നത്. അത്രയും ഫ്ലൂവൻ്റ് ആയിട്ടാണ് പുള്ളി ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. പുള്ളിയുടെ ഞാൻ പറഞ്ഞ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വളരെ എന്താ പറയുക സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് വരാം. കോയഫ് സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുന്ന ഒരു എക്സാമ്പിൾ കാണാം. ഓൾറെഡി ഒരു DMF ഉണ്ട്, പക്ഷേ ബോൾ പ്രോഗ്രസ് ആവാത്ത സ്ഥിതിക്ക് കോയഫ് എന്തായാലും മിഡിൽ നിന്ന് DMF പൊസിഷനിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ഇറങ്ങി വരുമ്പോഴും പുള്ളി ഒരു സ്കാൻ നടത്തിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അതിനുശേഷം ഫുൾ ബാക്ക് സെൻറ്റർ ബാക്കിന് ബോൾ കൊടുക്കുന്നു. പുള്ളിക്ക് ബോൾ എത്തുന്നില്ല, പക്ഷേ മീൻവേൽ പുള്ളി എന്താ വെറുതെ വെക്കുന്നില്ല, പുള്ളി ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് കളി പോകുമ്പോൾ പുള്ളി ആ സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ് ചെയ്യുന്ന ടൈമിലും പുള്ളി ഫോർവേഡ് പാത്തുകളൊക്കെ ഓപ്ഷൻസൊക്കെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു തീരുമാനമായി, അങ്ങോട്ട് പോകേണ്ട, അവിടെ ബ്ലോക്കാണ്, ഇങ്ങോട്ട് പാസ് കൊടുക്കാനായിട്ട് പുള്ളി അപ്പുറത്തെ ഫുൾ ബാക്കിനോട് പറയുന്നത്. അങ്ങനെ കളി പുള്ളിക്ക് വരാൻ ചാൻസ് എന്ന് മനസ്സിലാക്കി പുള്ളി എന്ത് ചെയ്യും, പുള്ളി വന്നു കഴിഞ്ഞാൽ ഉള്ള പാസിങ് ഓപ്ഷൻസ് ആദ്യം പുള്ളിയുടെ റൈറ്റ് സൈഡിൽ നോക്കി
തിരിഞ്ഞ് അവിടെ നോക്കി പിന്നെ അടുത്ത സെൻറ്റർ ബാക്കിന് ബോൾ കൊടുക്കണതിൻ്റെ ബോൾ പകുതി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നോക്കി ഇനി എൻ്റെ കയ്യിലേക്ക് വന്നാൽ ഞാൻ ആർക്ക് പാസ് കൊടുക്കും. ഓക്കെ, അവിടെ ഒരു വിങ്ങറുണ്ട്, വിങ്ങർക്ക് പാസ് കൊടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് പുള്ളി അവിടുത്തെ സ്കാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ബോൾ ആ സെൻറ്റർ ബാക്ക് എത്തില്ല. വീണ്ടും രണ്ടാമത്തെ സ്കാൻ. ഇനി ഞാൻ വിങ്ങർക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ വിങ്ങർ ആർക്ക് പാസ് കൊടുക്കും. ഓക്കെ, വിങ്ങർ സെൻറ്റർ ഫോർവേഡ് ഉണ്ട്. അങ്ങനെ ഒരു 2 സ്കാൻ ആ ബോൾ എത്തുന്നതിന് മുമ്പ് തന്നെ പുള്ളി അവിടെ നടത്തി. പക്ഷേ പുള്ളിയിലേക്ക് ബോൾ വന്നില്ല, വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ഫ്രണ്ടിലുള്ള എംറ്റി സ്പേസിലേക്ക് പുള്ളി മൂവ് എടുത്താണ്. ഇത്രയധികം സ്കാൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് പോലും ISL പലപ്പോഴും ഇങ്ങനെ ചെയ്ത് കാണാറില്ല. അങ്ങനെ എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് അവൈലബിൾ ആവുക, സ്പേസിൽ ഒക്കിപ്പ് ചെയ്ത് നിന്ന് കളിക്കുക. അങ്ങനെ ഒരു പ്രോപ്പർ സെൻട്രൽ മിഡ്ഫീൽഡ് എങ്ങനെ കളിക്കുന്നു ആ രീതിയിലാണ് കോയഫ് കളിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സഞ്ചരിക്കുന്ന ഒരു വിയോ ക്യാമറ, അങ്ങനെ തന്നെ നമുക്ക് പുള്ളിയുടെ കളി പറയാം. പുള്ളി ഇങ്ങനെ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ, പ്രത്യേകിച്ചും സെൻട്രൽ മിഡ്ഫീൽഡ് അതേപോലെ തന്നെ റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡൊക്കെ കളിക്കുമ്പോൾ ആ പുള്ളി ഗെയിം സ്റ്റൈലൊക്കെ വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ക്ലിക്കായത് വിസൻ്റെ ഗോമസിൻ്റെ ഗെയിം സ്റ്റൈലാണ്. ഏകദേശം അതേപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പ്ലെയർ അങ്ങനെയൊന്നുമല്ല, വിസൻ്റെ ഗോമസിന് കുറച്ചും കൂടി ഡിഫെൻസീവ് എബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു പ്ലെയറാണ് ഈ അലക്സാണ്ടർ കോയഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ. നല്ല ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. ലാലിഗ 2 അതേപോലെ തന്നെ ലീഗ 2 ലാലിഗ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. നമ്മുടെ ISL പല മഹാരഥന്മാരുടെ ഒപ്പം അല്ലെങ്കിൽ എതിരെ കളിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ബക്കാരിക്കോന, വിസൻ്റെ ഗോമസ്, അതുപോലെ തന്നെ ഹെക്ടർ വിസ്തെ, പിന്നെ നമ്മുടെ ജാവോ വിക്ടർ, ഹെർനാൻ സെൻഡാന. മുംബൈക്കൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നു, ലാർഡി എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ. ആ പ്ലെയർ ഈ പുള്ളിയുടെ ടീമിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിറ്റി ഒരു 2-3 ടീമിലെങ്ങാണ്ട് പുള്ളിയുടെ ഒപ്പം കളിച്ചിട്ടുണ്ട്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ക്വാളിറ്റിയുള്ള പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ISL സാധാരണ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് സെൻട്രൽ ബാക്ക് പ്ലെയറൊക്കെ ബോൾ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബോൾ കാലിൽ വെച്ച് കളിക്കുന്ന പ്ലേയേഴ്സാണ്. ബാക്കി ഇന്ത്യൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന തരത്തിലുള്ള ഫോറിൻ പ്ലേയേഴ്സാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലെയറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചുറ്റുപാട് കളിക്കുന്നവരും ആ ഒരു രീതിയിൽ കളിക്കണം. ഒരു എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തിട്ടുള്ളൊരു കളിയാണ്. ആ പുള്ളിയുടെ ക്വാളിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ആ ഒരു സ്റ്റൈലിൽ കളിക്കണം. വിസൻ്റെ ഗോമസ് വന്നപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിനെ കൊണ്ട് DM കളിച്ച് പുള്ളി ഒരു DM ആയിരുന്നില്ല, പുള്ളി ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. പക്ഷേ ഈ പുള്ളി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. നമുക്ക് ജീക്സൺ പകരമൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. നേരത്തെ പറഞ്ഞ ഒരു ഡിസ്റ്റോറായിട്ട് ഒരു വർക്ക് ഫോഴ്സായിട്ട് നമുക്ക് നോട്ടി വർക്കൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല. ഒരു ആങ്കർമാനായിട്ട് കളിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് DM ആയിട്ട് കളിക്കുന്ന മാച്ചൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ബോളൊക്കെ റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ മെയിനായിട്ട് ഈ സെൻട്രൽ മിഡ്ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈൻസിൻ്റെ ഇടയിൽ വന്നിട്ട് ബോൾ വാങ്ങിക്കുക, പിന്നെ ഒരു പുള്ളിക്ക് ഓൾറെഡി പാസിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വേഴ്സറ്റിലായിട്ടുള്ള പ്ലെയർ, മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാം. സെൻറ്റർ ബാക്കായിട്ട് തന്നെ നമുക്ക് കാണണമെന്നില്ല. മിലോസിനെ സെൻറ്റർ ബാക്ക് വെച്ചിട്ട് ചിലപ്പോൾ പല സിറ്റുവേഷനിലും CDM ആയിട്ട് നമുക്ക് പ്ലെയർ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി CM ആയിട്ടും നമുക്ക് 4-3 കളിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ 2 CM പൊസിഷനിലേക്ക് വരുന്നുണ്ട്, വിപിൻ ലൂണൊക്കെ വരുന്നത്. അവിടെയൊക്കെ ചിലപ്പോൾ ഈ പ്ലെയർ നമുക്ക് കണ്ടെന്ന് വരാം. അങ്ങനെ കളിപ്പിക്കാം, മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഇത്രയാണ് ഈ പ്ലെയറെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഡുറൻഡിൽ ഈ പ്ലെയർ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും പുള്ളിയുടെ കളിയൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുള്ളിയുടെ വല്ല കളി എങ്ങാനും ലിങ്ക് എങ്ങാനും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, എല്ലാവർക്കും വീഡിയോ പ്ലെയർ അനൗൺസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വേണം. അതങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്ലെയേഴ്സിൻ്റെ കുറേ മാച്ചുകളൊക്കെ ഇരുന്ന് കാണണം, എന്നിട്ട് അതിൽ നിന്ന് ഓരോ വീഡിയോ കട്ട് ചെയ്തെടുക്കണം, പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം. എന്നിട്ടൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഇറക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാലേ പ്ലെയറിനെ കുറിച്ചുള്ളൊരു ഏകദേശം ധാരണ നമുക്ക് കിട്ടുള്ളൂ. പ്ലെയർ അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ വല്ല സൈറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വല്ല സ്റ്റാറ്റ്സ് റീഡ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ എനിക്കും ടൈമില്ല, അത് കണ്ടു കളയാൻ നിങ്ങൾക്കും ടൈം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിന്നെ ഈ മാച്ചുകൾ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പറയാനുള്ള കാര്യം കൂടി ചേർത്തിട്ട് ഹൈലൈറ്റ്സ് വീഡിയോ പോലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. മാച്ച് കിട്ടാത്തതുകൊണ്ടാണ് മാച്ച് കാണാത്തത്, അല്ലെങ്കിൽ മാച്ചൊക്കെ കണ്ടിട്ട് പയ്യെ വീഡിയോ വരുള്ളായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഈ പറഞ്ഞ പോലെ 10-35 ഹൈലൈറ്റ്സ് ചെയ്ത് കണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ടെക്കി സ്പോർട്ടിലേക്കാണ് എനിക്ക് പ്രതീക്ഷ. പുള്ളി എന്തെങ്കിലും വീഡിയോ ഒക്കെ മാച്ചൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരാറുണ്ട്. അപ്പോൾ പുള്ളി ഡീറ്റെയിലായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ പുള്ളിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടി ഉണ്ട്, ഇങ്ങനെ കാണിക്കുന്ന സാധനം.